എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേർഡ്സ് ഓഫ് ട്രൂത്തിലേക്ക് സ്വാഗതം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ ദൈവവചനവുമായി നിങ്ങളുടെ മുമ്പിലെത്തുവാൻ സർവശക്തനായ ദൈവം അനുവദിച്ച വലിയ കൃപകളെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. കഴിഞ്ഞ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി എന്ന് ഞാൻ അറിഞ്ഞതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്നത്തെ പ്രോഗ്രാമും നിങ്ങൾക്ക് വളരെ അനുഗ്രഹമായി മാറും, അതിന് യാതൊരു സംശയവുമില്ല. ദൈവവചനത്തിൻ്റെ സാന്നിധ്യം എവിടെയൊക്കെ ചെന്നിട്ടുണ്ടോ അവിടെ എല്ലാം വലിയ വിടുതലുകൾ സംഭവിച്ചിട്ടുണ്ട്. രോഗികൾ സൗഖ്യമായിട്ടുണ്ട്, ബലഹീനർ ബലപ്പെട്ടിട്ടുണ്ട്, ആത്മഹത്യകൾ ഒത്തിരി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് കേൾക്കുന്ന ദൈവശബ്ദം നിങ്ങൾക്കും അതൊരു വിടുതലായി മാറും, അതിന് യാതൊരു സംശയവുമില്ല. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക, പ്രാർത്ഥനയോടിരിക്കുക. ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ, ഈ ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ തൃശ്ശൂരിൽ ഞങ്ങളുടെ മീറ്റിംഗ് ക്രമീകരിച്ചിട്ടുണ്ട്. ചെമ്പുകാവ് റോട്ടറി ക്ലബ്ബ് ഹാളിൽ വെച്ച് രാവിലെ 10 മുതൽ 1 മണി വരെ തൃശ്ശൂരിൽ ഞങ്ങളുടെ ഡെലിവറൻസ് മീറ്റിംഗ് ഉണ്ട്. തൃശ്ശൂരിലെ എല്ലാ പ്രിയപ്പെട്ടവരെയും എല്ലാ TV പ്രേക്ഷകരെയും ഞാൻ ആ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം വരുന്ന സെക്കൻഡ് സാറ്റർഡേ വൈകുന്നേരം 4:30 മുതൽ ഞങ്ങളുടെ എറണാകുളത്ത് ഞങ്ങളുടെ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓർക്കുക, വരുന്ന ശനിയാഴ്ച സെക്കൻഡ് സാറ്റർഡേ 4:30 മണിക്ക് കച്ചേരിപ്പടി ചിറ്റൂർ റോഡിലെ OMCA ഹാളിൽ വെച്ച് ഞങ്ങളുടെ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നുണ്ട്. വൈകുന്നേരം 7 മണിക്ക് അത് അവസാനിക്കും. എല്ലാ ദൈവമക്കളെയും എല്ലാ TV പ്രേക്ഷകരെയും ഞാൻ ആ കൂട്ടായ്മയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളും ടീമോടെ ഉണ്ടാകും. കടന്നു വരിക, അനുഗ്രഹം പ്രാപിക്കുക. പ്രത്യേകിച്ച് ഇന്നത്തെ മീറ്റിംഗ് സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു ഫാമിലിയുണ്ട്. ഞാൻ ആ കുടുംബത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ താല്പര്യപ്പെടുകയാണ്. വട്ടിയൂർക്കാവ് ഭാഗത്തുനിന്ന് സിസ്റ്റർ ഷെറി ആൻഡ് ഫാമിലിയാണ് ഇന്നത്തെ മീറ്റിംഗ് സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ആ കുടുംബത്തിന് വേണ്ടി ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ നല്ല കർത്താവേ, ഇന്നത്തെ മീറ്റിംഗ് സ്പോൺസർ ചെയ്തിരിക്കുന്ന സിസ്റ്റർ ഷെറിക്കായി തൻ്റെ മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തലമുറകളെ കർത്താവ് അനുഗ്രഹിക്കണം, പ്രിയദാസിയെ അനുഗ്രഹിക്കണം, തൻ്റെ കുടുംബത്തെ കർത്താവ് അനുഗ്രഹിക്കണം. അവർക്ക് ആവശ്യമായിരിക്കുന്ന അനുഗ്രഹങ്ങളെ കൊടുക്കട്ടെ. തലമുറകളുടെ വിദ്യാഭ്യാസം കർത്താവ് അനുഗ്രഹിക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ പ്രവൃത്തി ആ കുടുംബത്തിന്മേൽ വെളിപ്പെടണം. ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തെ അനുഗ്രഹിക്കുന്നു. കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ മീറ്റിംഗ് സ്പോൺസർ ചെയ്തതിനുള്ള പ്രത്യേകം നന്ദിയെ ഞാൻ ആ കുടുംബത്തോട് അറിയിക്കുന്നു. ദൈവം ധാരാളമായി നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. ഇനിയും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ മീറ്റിംഗ് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പറിൽ വിളിക്കുക. അതിനുള്ള ഡയറക്ഷൻസ് ഞങ്ങളുടെ മെമ്പേഴ്സ് ഞങ്ങളെ അറിയിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. വിശുദ്ധ ബൈബിളിലേക്ക് നമ്മുടെ ശ്രദ്ധയെ കൊണ്ടുവരാം. മത്തായി എഴുതിയ സുവിശേഷം, ആമേൻ, 17-ാമത്തെ അധ്യായം, അതിൻ്റെ 19-20 വാക്യങ്ങൾ ഞാൻ നിങ്ങൾക്കായി വായിക്കാൻ താല്പര്യപ്പെടുന്നു. മത്തായി എഴുതിയ സുവിശേഷം, ആമേൻ, 17-ാം അധ്യായം, അതിൻ്റെ 19-20 വാക്യങ്ങൾ. ഇവിടെ ഇങ്ങനെ പറയുന്നു: പിന്നെ ശിഷ്യന്മാർ സ്വകാര്യമായി യേശുവിൻ്റെ അടുക്കൽ വന്ന് ഞങ്ങൾക്ക് അതിനെ പുറത്താക്കി കൂടാഞ്ഞത് എന്ത് എന്ന് ചോദിച്ചു. 20-ാം വാക്യം ഇങ്ങനെ പറയുന്നു: അവൻ അവരോട്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ. അല്ലേ? ഒന്നുകൂടെ ഞാൻ 20-ാം വാക്യം ആവർത്തിക്കുകയാണ്: നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം അത്രേ. അവിടെ ഒരു വാക്ക് വളരെ വ്യക്തമായി യേശുക്രിസ്തു പറയുന്നത് ഇങ്ങനെയാണ്: നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമാണ് ചിലത് നടക്കാതിരിക്കുന്നത്. ആ വാക്ക് നമ്മളൊന്ന് പഠിക്കണം. പുതിയ നിയമത്തിനകത്താണ് വിശ്വാസത്തിൻ്റെ അനുഭവങ്ങളെക്കുറിച്ച് അധികമായി കൊടുത്തിരിക്കുന്നത്. പുതിയ നിയമത്തിനകത്താണ്. വിശ്വാസത്താൽ, ആമേൻ, നാം രക്ഷിക്കപ്പെടുന്നതും വിശ്വാസത്താൽ, അല്ലേ? നാം അനുഗ്രഹം പ്രാപിക്കുന്നത് വിശ്വാസത്താൽ. സൗഖ്യം പ്രാപിക്കണമെങ്കിൽ വിശ്വാസമുണ്ടാകണം. ഇതൊക്കെ പുതിയ നിയമത്തിനകത്ത് കൊടുത്തിരിക്കുന്ന, അധികമായി ഉപയോഗിച്ചിരിക്കുന്ന ഒരു ഭാഗമാണ് വിശ്വാസം എന്നതിനെക്കുറിച്ച്. കമോൺ, ഞാൻ ഈ യേശു ആരോടാണ് ഈ വാക്കിങ്ങനെ പറഞ്ഞെന്നറിയാമോ? പറഞ്ഞതൊരു സാധാരണക്കാരനോടല്ല, പിന്നെയോ യേശുവിൻ്റെ കൂടെ നടക്കുന്ന, യേശുവിൻ്റെ ശിഷ്യത്വം സ്വീകരിച്ചവരോടാണ് യേശു പറഞ്ഞത്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമെന്ന്. ആമേൻ. ഞാൻ ഇന്ന് രാത്രി ഈ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർക്കെങ്കിലും ഈ ശബ്ദം നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കാൻ അതിടയാകട്ടെ. എന്താ ഈ പറയാനുള്ളൊരു സാഹചര്യം? ഞാൻ അതല്ല എൻ്റെ വിഷയം. ഞാൻ അല്പവിശ്വാസം എന്ന ആ ഒരു വാക്കുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ നിങ്ങളോട് പറയാൻ താല്പര്യപ്പെടുകയാണ്. ഒരു പിതാവ് തൻ്റെ ഏകജാതനായ മകനെ യേശുവിനെ അന്വേഷിച്ച് യേശുവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവരികയാണ്. എന്നാ കൊണ്ടുവരാനുള്ള കാര്യം? ചന്ദ്രരോഗം ബാധിച്ച് തീ കണ്ടാലും വെള്ളം കണ്ടാലും വീണുപോകുന്ന ഒരു മനുഷ്യൻ. ആമേൻ. ചന്ദ്രരോഗം ബാധിച്ച ഈ മനുഷ്യൻ, ഈ മകനെ ഈ അപ്പൻ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരിക.
ബൈബിൾ പറയുന്നത് പല സുവിശേഷങ്ങളിൽ അതിനെക്കുറിച്ച് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് ചേർത്ത് വെച്ച് പഠിച്ചാൽ ചെറുപ്പം മുതലേ ഈ തലമുറയ്ക്ക് ഈ പ്രശ്നമുണ്ട്, ചെറുപ്പം മുതലേ എന്നാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അപ്പോൾ ചെറുപ്രായം മുതലേ ഇവൻ ഈ പ്രശ്നത്താൽ അടിമപ്പെട്ട, ഈ രോഗത്താൽ അടിമപ്പെട്ട, തനിക്ക് വെള്ളത്തിൻ്റെ അടുക്കൽ പോകാൻ പറ്റുന്നില്ല, തീയുടെ അടുക്കൽ പോകാൻ പറ്റുന്നില്ല, അങ്ങനെ തകർന്നു കിടക്കുന്ന തലമുറയ്ക്ക് മരുന്നില്ല എന്നതുകൊണ്ടാകണം ആമേൻ ഈ പിതാവ് അവസാനം യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുവരികയാണ്. കൊണ്ടുവന്നപ്പോൾ ആദ്യം കണ്ടത് യേശുവിനെയല്ല, പിന്നെ ആരെയാ കണ്ടതെന്നറിയാവോ? തൻ്റെ ശിഷ്യന്മാരെ കണ്ടു. അടുക്കെ വന്നിട്ട് വിളിച്ചു ചോദിച്ചു, എൻ്റെ മകന് എങ്ങനെയെങ്കിലും സൗഖ്യം കൊടുക്കാൻ പറ്റുമോ? ശിഷ്യന്മാർ ഈ അപ്പനോട് പറഞ്ഞു, ഉറപ്പായിട്ടും അത് ലഭിക്കും. പെട്ടെന്ന് ഈ ശിഷ്യന്മാർ എന്നാ ചെയ്തേ? ഈ മകന് വേണ്ടി വളഞ്ഞിരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. വൈകുന്നേരം മുതൽ നേരം പുലരുവോളം പ്രാർത്ഥിച്ചിട്ടും ബൈബിൾ വായിച്ചാൽ അറിയാം, ആ കുഞ്ഞിന് സൗഖ്യം വന്നില്ല. ഈ കുഞ്ഞിൻ്റെ അപ്പന് ഇച്ചിരി ദേഷ്യമൊക്കെ വന്നു. കൊള്ളാം, എടാ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞിട്ടും പ്രാർത്ഥിച്ചവന് സൗഖ്യം വന്നില്ലല്ലോ. ആമേൻ. എന്നാൽ യേശു പ്രഭാതമായപ്പോൾ പ്രാർത്ഥന കഴിഞ്ഞ് മലയുടെ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന സന്ദർഭമാണ് അടുത്ത് നമ്മൾ വായിക്കുന്നത്. യേശു വന്നു, അവൻ്റെ അപ്പൻ യേശുവിനോട് ചോദിക്കുക, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ ഒന്ന് ചെയ്യണം. യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവന് സകലതും കഴിയും. യേശു ഇത് പറഞ്ഞു, അവൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ. ഓക്കെ, ഇതെല്ലാം കഴിഞ്ഞ യേശുവിനെ കണ്ടപ്പോൾ തന്നെ അവനിലുള്ള ഭൂതം അവനെ തള്ളിയിട്ട് എഴച്ച് അതവനെ വിട്ടുമാറി. യേശുവിനുള്ള ഭൂതത്തെ ശാസിച്ചു, അവൻ സൗഖ്യമായി. അവനെ അപ്പനെ ഏൽപ്പിച്ചു കൊടുത്തു. ശിഷ്യന്മാർക്ക് അതിശയമായി. രാത്രി മുഴുവനും ഞങ്ങൾ കാത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ടും അവനൊരല്പം പോലും വിടുതലില്ലായിരുന്നല്ലോ. ശിഷ്യന്മാർക്കൊരു സംശയം, എന്താണ് ഇതിൻ്റെ ആമേൻ അർത്ഥം? ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമില്ല, ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമായില്ല, എന്താണ് ഇതിൻ്റെ ആശയം? എന്തുകൊണ്ടാണ് ഇങ്ങനെ ആമേൻ സംഭവിച്ചേ? പെട്ടെന്ന് ഈ ശിഷ്യന്മാർ ആമേൻ യേശുവിനെ ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ അല്ലെങ്കിൽ വീട്ടിലേക്ക് പോകുമ്പോൾ യേശുവിൻ്റെ അടുക്കൽ വന്ന് രഹസ്യമായി ചോദിച്ചു, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കാൻ കഴിയാത്തത് എന്ത്? ശിഷ്യന്മാർ സ്വകാര്യമായി, അല്ലേ, സ്വകാര്യമായി എന്ന് പറഞ്ഞാൽ ഇത് ശിഷ്യന്മാർക്ക് അറിയണം, എന്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമായില്ല. അന്നേരം ഈ യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് കൊടുക്കുന്ന മറുപടി ഇതാണ്, നിങ്ങൾ പ്രാർത്ഥിച്ചിട്ട് സൗഖ്യം ആകാത്തതിൻ്റെ കാരണം ആ രോഗം വലുത് എന്നതുകൊണ്ടെന്നല്ല യേശു പറഞ്ഞത്, ഇത് നിങ്ങളെ കൊണ്ട് പറ്റാത്തത് എന്നല്ല യേശു പറഞ്ഞത്. ആമേൻ. പിന്നെയോ യേശു പറഞ്ഞ സിമ്പിളായ മറുപടി ഇതാണ്, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തമത്രേ. ആമേൻ. പ്രാർത്ഥനയില്ലേ ശിഷ്യന്മാർക്ക്? പ്രാർത്ഥനയുണ്ട്. വചനം അറിയില്ലേ ശിഷ്യന്മാർക്ക്? വചനം അറിയാം. പക്ഷെ യേശു ക്രിസ്തു പറഞ്ഞു, വചനത്തിൻ്റെ കുറവല്ല, പ്രാർത്ഥനയുടെ കുറവല്ല, പിന്നെ ഇതെന്തിൻ്റെ കുറവാ? നിങ്ങളുടെ വിശ്വാസത്തിൽ ആമേൻ കുറവ് സംഭവിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ അല്പമായ വിശ്വാസമായിരിക്കുന്നത് കൊണ്ട് ആമേൻ നിങ്ങൾക്കതിനെ പുറത്താക്കാൻ കഴിയാത്ത എത്ര പേർക്ക് ഇന്ന് ഈ ശബ്ദം കേൾക്കുമ്പോൾ ആമേൻ തോന്നുന്നുണ്ട്, എൻ്റെയും വിശ്വാസത്തിൽ എവിടേക്കോ കുറവുണ്ടെന്ന്? അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ഈ എപ്പിസോഡ് കഴിയുന്നതിന് മുൻപ് ദൈവം നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കട്ടെ. ആമേൻ. ഞാനിങ്ങോട്ട് കടന്നു പറയട്ടെ. അപ്പോൾ യേശു പറഞ്ഞ അല്പവിശ്വാസം. പാട്ടുണ്ട്, ഇത് ശബ്ദം കേട്ടോണ്ടിരിക്കുന്ന നിങ്ങൾക്ക് പറയാനുണ്ട്, കർത്താവേ ഞാൻ പാടുന്നുണ്ടല്ലോ, ഞാൻ ആരാധിക്കുന്നുണ്ട്, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, പിന്നെ എന്താണ് ഈ പ്രശ്നം മാറാത്തത്? പിന്നെ എന്താണ് ഈ രോഗം മാറാത്തത്? പിന്നെ എന്താണ് ഈ ഭാരം മാറാത്തത്? പലപ്പോഴും നിങ്ങൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ യേശുവിൻ്റെ മറുപടി എന്തുവാ? നിങ്ങളുടെ അല്പവിശ്വാസ നിമിത്തമാണ്. ഞാൻ പഴയ നിയമത്തിൻ്റെ ഒരു ഭാഗത്തിലേക്ക് കൂടെ നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ കൊണ്ടുവരാൻ താല്പര്യപ്പെടുകയാണ്. ആമേൻ. പാട്ടും പ്രാർത്ഥനയും ആരാധനയും ഭക്തിയും ഭയഭക്തിയും ഒക്കെ ഉണ്ട്. എന്നിട്ട് എന്താ കാര്യം? അതാ പറഞ്ഞേ, ആമേൻ, നിങ്ങളുടെ അല്പവിശ്വാസം നിമിത്തം. 2 രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് കൂടെ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരാൻ താല്പര്യപ്പെടുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം 4-ാമത്തെ അധ്യായം ആമേൻ അതിൻ്റെ 2-ാമത്തെ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ കൊണ്ടുവരട്ടെ. എലീഷ അവളോട്, ഞാൻ നിനക്ക് വേണ്ടി എന്തു ചെയ്യണം? പറക, വീട്ടിൽ നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു. ഒരു ഭരണി എണ്ണയല്ലാതെ അടിയൻ്റെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു. 3-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അതിന് അവൻ, നീ ചെന്ന് നിൻ്റെ അയൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക, പാത്രങ്ങൾ കുറവായിരിക്കരുത്. 4-ാം വാക്യം, പിന്നെ നീയും നിന്റെ മക്കളും അകത്തു കയറി വാതിലടച്ച് പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റിവെക്കുക എന്ന് പറഞ്ഞു. ആമേൻ. ഞാൻ ഈ ഒരു ഭാഗം കൂടെ ഞാൻ ഈ വിശ്വാസത്തിൻ്റെ കാര്യം പറയാൻ ഞാൻ എടുക്കുവാണ്. ശ്രദ്ധിക്കണേ. ഇവിടെ ഒരു സഹോദരിയെക്കുറിച്ച് പറയുന്നു, അല്ലേ? ഒരു സഹോദരിയെക്കുറിച്ച് പറയുന്നു. ഈ സഹോദരിയെക്കുറിച്ച് വേദപുസ്തകം പറയുന്ന ഒരു കാര്യമുണ്ട്. എന്നതാണെന്നറിയോ? ഈ സഹോദരി ഒരു പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയായിരുന്നു.
ഇത് എഴുതുമ്പോൾ ആ സഹോദരി അദ്ദേഹത്തിൻ്റെ ഭാര്യയല്ല, അല്ലെങ്കിൽ ആമേൻ പ്രവാചക ശിഷ്യൻ്റെ ഭാര്യ എന്ന് പറയാൻ ഭാര്യയാണ്, പക്ഷേ അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. ഞാനതാണ് ഉദ്ദേശിച്ചത്. ആമേൻ പ്രവാചക ശിഷ്യനായ ഒരു മനുഷ്യൻ്റെ ഭാര്യയായിരുന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം അല്പം കാശ് മറ്റൊരു വ്യക്തിയോട് കടം മേടിച്ചു. അത് കൊടുത്തു തീർക്കുന്നതിന് മുൻപ് ഇദ്ദേഹം മരണപ്പെട്ടു പോയി. ശേഷിക്കുന്ന സഹോദരിയും 2 കുഞ്ഞുങ്ങളും, വിധവയായ സ്ത്രീയും 2 മക്കളും. ഒന്ന് ചിന്തിച്ചു നോക്കാം. ആമേൻ. ആ മരണത്തിൻ്റെ ആ വേർപാടിൻ്റെ ദുഃഖമൊക്കെ കഴിഞ്ഞ് ചില നാൾ കഴിഞ്ഞപ്പോൾ കതകിലൊരു മുട്ട് കേൾക്കുക. പെട്ടെന്ന് കതകിലൊരു മുട്ട് കേട്ട് വാതിൽ തുറന്ന് നോക്കിയ സഹോദരി ഞെട്ടിപ്പോയി. എൻ്റെ ഭർത്താവ് കടം മേടിച്ച ആ വ്യക്തികൾ വന്ന കടം തിരിച്ചു കൊടുക്കാൻ ആവശ്യപ്പെടുകയാണ്. ഞാനിങ്ങനെ ചിന്തിക്കുന്നു, 2-3 മാസത്തെ ഒരു അവധി പറഞ്ഞു കാണും. ആമേൻ. ഈ അവധിക്ക് പിന്നെയും വന്ന് വാതിക്ക മുട്ടി സഹോദരി ഞെട്ടിപ്പോയി. എന്നാ മറുപടി പറയാൻ? പിന്നെയും പറഞ്ഞു, ഒരു 2 ആഴ്ച കൂടെ സമയം തരാവോ? അതൊന്നും ബൈബിളിലില്ല കേട്ടോ, നമ്മുടെ ഭാവനയിൽ നമ്മൾ പറയുന്ന ഒരു അവധി എങ്ങനെ ഞാൻ പറയുക. ഒരു 2 ആഴ്ച കൂടെ സമയം തരാവോ? പെട്ടെന്ന് കടക്കാര അവൻ ദേഷ്യത്തോടെയാണെങ്കിലും ഒരു 2 ആഴ്ച കൂടെ അനുവദിച്ചു കൊടുത്ത് കാണും അല്ലേ? ആമേൻ. ആ സമയം അപ്പോൾ പിന്നെയും വാതിക്കൽ വന്ന് മുട്ടുക. സഹോദരിക്ക് മനസ്സിലായി എന്നാ അവധി പറയാം, നാളെ തരാമെന്നും മറ്റന്നാൾ തരാമെന്നും പല അവധികൾ പറഞ്ഞു. അവസാനം ഈ കടം കൊടുത്ത പ്രിയപ്പെട്ടവർ ഈ സഹോദരിയോട് പറഞ്ഞു, ഞങ്ങൾക്കൊരു കാര്യം ഉറപ്പായി, നിനക്ക് ഈ ബാധ്യത വീട്ടാൻ കഴിയത്തില്ല. ആമേൻ. നിൻ്റെ ഭർത്താവ് മരണപ്പെട്ടു പോയി, നിനക്ക് ഈ ബാധ്യത തീർക്കാൻ കഴിയത്തില്ല എന്ന ആമേൻ ഈ പ്രിയപ്പെട്ടവർ ഈ സഹോദരിയോട് പറയും. എന്നിട്ട് സഹോദരിയോട് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്, ഒരു കാര്യം ചെയ്യാം, നിൻ്റെ കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് വിൽക്കണം. അതെങ്ങനെ വിൽക്കണം? അടിമയായി വിൽക്കണം. ഈ സഹോദരിയുടെ ആകെ പ്രതീക്ഷയും ആരില്ല? ഈ കുഞ്ഞുങ്ങളില്ല. അല്ല, ഞാനിത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും മാതാപിതാക്കളായ പലരും പ്രതീക്ഷ വച്ചിരിക്കുന്നത് നിങ്ങളുടെ മക്കളിലാണ്. ആമേൻ. എന്നാൽ ഈ മക്കളെ പിശാച് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നേ. പ്രാർത്ഥിക്കുന്നേ, തലമുറകൾ പിടിക്കപ്പെടട്ടെ ദൈവാത്മാവിനാൽ. പ്രാർത്ഥിക്കുക, തലമുറകൾ ദൈവാത്മാവിനാൽ സ്വതന്ത്രമാകപ്പെടട്ടെ. യേശു അവരെ സ്വതന്ത്രമാക്കട്ടെ, കർത്താവ് അവരെ സ്വതന്ത്രമാക്കട്ടെ. ആമേൻ. നോക്ക്, ഈ മാതാവ് ലക്ഷ്യം വച്ചിരിക്കുന്നതും പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നു ആരുടെ? തൻ്റെ 2 പിഞ്ചു മക്കളില്ല. അവർ വളരട്ടെ, അവർ ഉയരട്ടെ, അവർ ജോലി മേടിക്കട്ടെ, എന്നിട്ട് ഞങ്ങൾക്ക് ജീവിക്കാം, എന്നിട്ടൊരു വീട് മേടിക്കാം, എന്നിട്ട് ബാധ്യത തീർക്കാം. പക്ഷേ ഈ കടക്കാർ വന്നിട്ട് പറയുക, ആ കുഞ്ഞുങ്ങളെ മതി, ഞങ്ങൾക്ക് വേറൊന്നും വേണ്ട. ഇനി തരേണ്ട കാശിന് ഈ കുഞ്ഞുങ്ങളെ വിലയിട്ട് ഞങ്ങൾ എടുത്തോളാമെന്ന് പറഞ്ഞ് ഇവർ നിൽക്കുക. പെട്ടെന്ന് ഈ സഹോദരൻ എന്നാ ചെയ്തെന്നറിയോ? ഈ സഹോദരി ഓടി അവൻ 2 കുഞ്ഞുങ്ങളെ ഒക്കത്തെടുത്തുകൊണ്ട് എലീഷ എന്ന പ്രവാചകൻ്റെ അടുക്കിലേക്ക് പോയി. പ്രവാചകൻ്റെ കാൽക്കൽ വീണ് കുഞ്ഞുങ്ങളെ വെച്ചിട്ട് കരയുക, യജമാനനെ എന്തെങ്കിലും ചെയ്തെന്നെ രക്ഷിക്കണം. പെട്ടെന്ന് പ്രവാചകൻ പറഞ്ഞു, കരയരുത്. ആമേൻ, കരയണ്ട. ഈ പ്രവാചകൻ ഈ സ്ത്രീയോട് ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പറ, നിൻ്റെ വീട്ടിൽ നിനക്ക് എന്തുണ്ട്? ഞാൻ ചോദിക്കട്ടെ, പാർക്കുന്ന വീടുണ്ടെന്ന് ഈ സഹോദരിക്ക് പറഞ്ഞൂടെ? പറയാമായിരുന്നു. പക്ഷേ ഈ സഹോദരി പറഞ്ഞ വാക്ക്, ഒരു ഭരണി എണ്ണയല്ലാതെ എൻ്റെ വീട്ടിൽ വേറൊന്നില്ല. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് പറയാം, ഒരു ഭരണി എണ്ണയല്ലാതെ, അല്ലേ? ഒരു കാര്യം ശ്രദ്ധിക്കണം. ആമേൻ. ഒരു ഭരണി എണ്ണ അല്ലാതെ വേറൊന്നുമില്ല എന്ന് ഈ സഹോദരി പ്രവാചകനോട് പറയുമ്പോൾ പ്രവാചകൻ പറഞ്ഞ മറുപടി എന്തെന്നറിയാമോ? അതൊന്നിനും തികയത്തില്ല എന്നല്ല പറഞ്ഞത്. പിന്നെയോ പ്രവാചകൻ പറഞ്ഞു, അത് മതി. ആമേൻ. എന്നിട്ട് പ്രവാചകൻ ഈ സഹോദരി നോക്കിയിട്ട് പറയുക, നീ വീട്ടിൽ ചെന്ന വെറും പാത്രങ്ങളെ വാങ്ങി അകത്തു കയറി നീയും നിൻ്റെ മക്കളും അകത്തു കയറി വാതിലടച്ചൊന്ന് പ്രാർത്ഥിക്കുക. അന്നേരം നിൻ്റെ ബാധ്യത തീർക്കുവാൻ തക്കവണ്ണം ഒരു വർധനവ് ഈ എണ്ണയിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഞാൻ ചോദിക്കട്ടെ, പ്രവാചകൻ കൊടുത്തു വിടുകയാണോ ഒരു ഭരണി എണ്ണ? ഒരിക്കലുമല്ല. അതാണ് ഞാൻ ആ ഭാഗം വായിപ്പിച്ചത്. 2 രാജാക്കന്മാർ 4-ാം അധ്യായം നിങ്ങൾ ആവർത്തിച്ച് വായിക്കണം. ആ സഹോദരി പറഞ്ഞ മറുപടി ഇതാണ്, ഒരു ഭരണി എണ്ണ എൻ്റെ വീട്ടിലുണ്ട്. അപ്പോൾ ഈ സഹോദരി വരുന്നതിന് മുൻപേ ഒരു ഭരണി എണ്ണ എവിടെയുണ്ട്? ഈ അത്ഭുതം നടക്കുന്നത് എവിടെയാണ്? തൻ്റെ വീട്ടിനകത്താണ്. എവിടെയാ അത്ഭുതം നടക്കുന്നത്? വച്ചിട്ട് വന്ന ഒരു ഭരണി എണ്ണയിൽ. ഞാനും നിങ്ങളോട് പറയാം, എന്തുകൊണ്ടാ ഇന്നലെ ആ അത്ഭുതമോടെ നടന്നില്ല? അർത്ഥം ഒന്നേയുള്ളൂ, ആ സഹോദരിയുടെ അല്പവിശ്വാസമാണ്. ഒന്ന്, എണ്ണയുണ്ട്, സംഗതി ശരിയാ. ആമേൻ. എണ്ണയുണ്ട്, സംഗതി ഓക്കെയാണ്. ആമേൻ. പിന്നെയോ ആ സഹോദരിയുടെ വിശ്വാസം അത്ര പോരാ. പക്ഷേ ദൈവം അത്ഭുതം ചെയ്യുന്നതും ആ ഇരുന്ന ഒരു ഭരണി എണ്ണയില. ഇന്ന് പുതുതായി കൊടുത്തുവിട്ട എണ്ണയല്ല. പിന്നെയോ ഇപ്പോഴത്തേക്ക് വേണ്ടി ദൈവം കൊടുത്തവര് ആമേൻ വഴിയല്ല. പിന്നെയോ ഇരുന്ന എണ്ണ ആ സഹോദരിയുടെ വിശ്വാസം പോരാ. പക്ഷെ പ്രവാചകന്റെ അടുക്കലേക്കൊന്ന് പോയപ്പോൾ പ്രവാചകൻ പറഞ്ഞു, നീ വിശ്വസിച്ചുകൊണ്ട് എന്ന വാക്ക് അവിടെ കൊടുത്തിട്ടില്ല. പക്ഷെ പ്രവാചകൻ പറഞ്ഞതിന് വിശ്വസിക്കാൻ ഈ സഹോദരി തയ്യാറായി. ഒന്ന് ചിന്തിക്കണം, പ്രവാചകൻ എന്നാ പറഞ്ഞെന്നറിയോ? പ്രവാചകൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ആമേൻ. നീ പോകുന്ന വഴിക്ക് അയൽക്കാരോട് വെറും പാത്രങ്ങൾ വാങ്ങണം.
ആമേൻ. എന്നാ പറഞ്ഞു? അയൽക്കാരോട് വെറും പാത്രങ്ങൾ വാങ്ങണം. ഒന്ന് ചിന്തിക്കണേ, ഈ വെറും പാത്രങ്ങൾ വാങ്ങുക എന്ന് പറയുമ്പോൾ അതിനകത്ത് മറഞ്ഞു കിടക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ആമേൻ. ഈ വെറും പാത്രം എന്ന് പറയുമ്പോൾ ആമേൻ, ശൂന്യമായ അകത്തൊന്നുമില്ലാത്ത പാത്രം. എന്തിനാ മേടിക്കുന്നേ? ഈ എണ്ണയിൽ നിന്ന് പകരാൻ. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ സഹോദരിയുടെ വീട്ടിൽ ഒരു ഭരണി എണ്ണയുള്ളൂ. അയൽവാസിയോട് ചോദിക്കുക, ഒരു ബക്കറ്റ് തരാവോ? ആമേൻ. 1, 2, 3 ഒക്കെ തരാമോ? തൊട്ടടുത്ത വീട്ടിലേക്ക് പിന്നെയും ചോദിക്കുക, 1, 2 ബക്കറ്റ് തരാമോ? എല്ലാ ബക്കറ്റും ഇങ്ങനെ സഹോദരി മേടിച്ചുകൊണ്ട് പോകും. എങ്ങോട്ടാ പോകുന്നത്? പ്രാർത്ഥനാമുറിയിൽ. ആമേൻ. ശൂന്യമായത്. ഒന്ന് ചിന്തിച്ചു നോക്കുക. ഇത്രയും ശൂന്യമായ ബക്കറ്റുകൾ ഈ സഹോദരി അയൽ വീടുകളിൽ നിന്ന് മേടിക്കുമ്പോൾ ചോദിച്ചു കാണത്തില്ലേ നാട്ടുകാർ? എന്നാതിനാ സഹോദരി ബക്കറ്റ്? എന്നാതിനാ സഹോദരി ബക്കറ്റ്? എന്നാതിനാ സഹോദരി ഞങ്ങളുടെ ഇത് മേടിക്കുന്നേ? ആമേൻ. എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, നിങ്ങളുടെ വിശ്വാസം എവിടാന്ന് നിങ്ങളുടെ പ്രവൃത്തി കണ്ടാൽ മനസ്സിലാകും. നിങ്ങളുടെ വിശ്വാസം എത്രയുണ്ടെന്ന് നിങ്ങളുടെ പ്രവൃത്തിയിൽ തെളിയും. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ട്? ഈ സഹോദരി പറയുക, അവൻ ഒഴിഞ്ഞ ബക്കറ്റ് തരാമോ? അവൻ കാലിയായ ബക്കറ്റ് ഉണ്ടെങ്കിൽ തരാമോ? കാലിയായ ക്യാൻ ഉണ്ടെങ്കിൽ തരാമോ? അവൻ ഞാൻ ഇച്ചിരി നേരം പ്രാർത്ഥിക്കാൻ അകത്ത് കയറുക, എനിക്ക് ആവശ്യമുണ്ട്. ആമേൻ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന നിങ്ങളോട് ഞാൻ പറയാം, എന്നോടോ നിങ്ങളോടോ ആണ് പ്രവാചകൻ ഇതുപോലെ പറഞ്ഞതെങ്കിൽ നമ്മൾ ആദ്യം എന്നാ ചെയ്യും? ഈ പുതിയ നിയമത്തിന് വിശ്വാസം ഒന്ന് കണ്ടേച്ച് വരാം നമുക്ക്. ആമേൻ. നമ്മളൊക്കെ ചെയ്യുന്നൊരു പരിപാടി ഉണ്ടെന്ന് അറിയാം. ആദ്യം പ്രാർത്ഥിച്ചു നോക്കാം. എണ്ണ വർദ്ധിക്കുവാണെങ്കിൽ നമ്മൾ പാത്രങ്ങൾ മേടിക്കാൻ തുടങ്ങും. ആമേൻ. സത്യം പറയാലോ, ഇതുകൊണ്ടാണ് എണ്ണ വർദ്ധിക്കാത്തത്. ആമേൻ. നമ്മുടെയൊക്കെ വിശ്വാസം ഇവിടം വരെ ഉള്ളൂ. പക്ഷേ ഈ വിധവയായ സ്ത്രീയുടെ വിശ്വാസം കണ്ടോ? പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് പൂർണ്ണ ഉറപ്പാണ് അതങ്ങനെ സംഭവിക്കും. ഇന്നലകളിൽ എനിക്ക് ഇത്തിരി വിശ്വാസം കുറവാണ്, പക്ഷെ പ്രവാചകൻ്റെ വാക്കുകൾ എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിച്ചു. ഞാനും നിങ്ങളോട് പറയാം, നമ്മുടെയൊക്കെ ഉള്ളിൽ പകർന്നിരിക്കുന്നൊരു വിശ്വാസമുണ്ട്. അതങ്ങനെ തന്നെ ഇരിക്കുന്ന വിശ്വാസമല്ല, അതിനെ വർദ്ധിപ്പിച്ചാൽ വർദ്ധിക്കുന്ന വിശ്വാസമാണ്. യേശുവിൻ്റെ ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചൊരു കാര്യം ഇതാണ്, ഗുരു ഞങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണേ. ആമേൻ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ആരുടെയൊക്കെയോ ദൈവാത്മാവ് ശക്തമായി ഇടപെടുക, നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കാൻ പോവുക. പരിശുദ്ധാത്മാവ് ആമേൻ ഇന്ന് കാണുന്നുണ്ട്. ഹൃദയത്തിനകത്ത് പാട്ടല്ല, ആമേൻ, അത് നോക്കണമേ, പ്രാർത്ഥന ഇല്ലാഞ്ഞിട്ടല്ല, പിന്നെ വേദപുസ്തക വായന ഇല്ലാഞ്ഞിട്ടല്ല, വിശ്വാസമില്ലെങ്കിൽ ചിലത് നടക്കത്തില്ല. ഇന്ന് പരിശുദ്ധാത്മാവ് ഏതൊക്കെ ഭവനങ്ങൾ നോക്കി പറയുന്നു, എല്ലാം ഉണ്ട്, കാൺമനയ്ക്ക് പലതും ഉണ്ട്, പക്ഷെ വിശ്വാസം ഹൃദയത്തിനകത്തില്ല. ഈ സഹോദരി നോക്കാം, ഇന്നലെയും ആ ഭരണി എണ്ണ അവിടെ തന്നെയുണ്ട്, കഴിഞ്ഞ ആഴ്ചയും ആ ഭരണി എണ്ണ അവിടെ തന്നെയുണ്ട്, പക്ഷേ അത്ഭുതം നടന്നില്ല. ഞാനും നിങ്ങളോട് പറയാം, പാട്ടോ പ്രാർത്ഥനയോ എത്ര അറിയാമെങ്കിൽ ചിലപ്പോൾ അത്ഭുതങ്ങൾ നടക്കാത്തതിൻ്റെ കാരണം വിശ്വസിക്കാത്തത് കൊണ്ടാണ്. അവൻ നിന്റെ വിശ്വാസം അല്പമായതുകൊണ്ട് ഒരു പ്രവൃത്തിയും നടക്കാത്ത. യേശു തന്നെ പല പട്ടണങ്ങളിലും പോയിട്ട് നിസ്സാരം ഒരു പനി പോലും സൗഖ്യമാക്കാതെ തിരിച്ചു വന്നിട്ടുണ്ട്. കാര്യം എന്നാണെന്നറിയാമോ? യേശു തിരിച്ചു വന്നപ്പോൾ പറഞ്ഞ വാക്കിതാണ്, അവരുടെ അവിശ്വാസം നിമിത്തം. എന്ന് പറഞ്ഞാൽ അവിടെ അല്പം പോലും ഇല്ല. ഹല്ലേലൂയ. നിങ്ങൾക്കാണെങ്കിൽ അല്പമെങ്കിലും ഉണ്ടല്ലോ, അവിടെ അല്പം പോലും ഇല്ല. ഞാൻ ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാം, അല്പമെങ്കിലും ഉണ്ടെങ്കിൽ ആമേൻ അതൊരു സന്തോഷമാണ്. അവിശ്വാസി എന്ന് പറയുന്നതിനേക്കാൾ നല്ലതല്ലേ അല്പമെങ്കിലും ഉള്ളത്. ആമേൻ. ഇച്ചിരി പ്രാർത്ഥിച്ച് തട്ടിയും മുട്ടിയും പോകാം, നിന്റെ വിശ്വാസം ഒന്ന് വർദ്ധിക്കുക. അല്പവിശ്വാസം നിറഞ്ഞ വിശ്വാസമാകട്ടെ, അല്പവിശ്വാസം ഒരു നിറഞ്ഞ വിശ്വാസമാകട്ടെ. ആമേൻ. അല്ല, വിശ്വാസത്തിന് പല അളവുകളുണ്ട്. വിശ്വാസം അല്പവിശ്വാസമാകരുത്, അതിൻ്റെ അളവൊന്ന് വർദ്ധിക്കാൻ തുടങ്ങണം. അതിൻ്റെ അളവ് യേശുക്രിസ്തു കനാന്യ സ്ത്രീയെ നോക്കിയിട്ട് എന്നാ പറഞ്ഞെന്നറിയോ? അല്പവിശ്വാസം എന്നാണോ വിളിച്ചേ? സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ട്? സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്. ശതാധിപനെ നോക്കിയിട്ട് യേശു എന്നാ പറഞ്ഞേ? ഓ, ഇസ്രായേലിൽ കൂടെ ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ആമേൻ. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാം, ചില അത്ഭുതങ്ങൾ നിങ്ങളുടെ വീട്ടിനകത്തുണ്ട്, പക്ഷേ ആവശ്യം വിശ്വാസം മാത്രമാണ്. ഈ സഹോദരി നോക്ക്, 2 പിള്ളേരെ കടക്കാർ പിടിച്ചോണ്ട് പോകാൻ പോവുക. അതിന് മുൻപ് ഈ സഹോദരിയോട് ഈ പ്രവാചകൻ പറയുക, നീ എൻ്റെ അടുക്കൽ നിന്നൊന്നും പ്രാപിച്ചോണ്ട് പോകണ്ട, നീ അവിടെ പോയാൽ മതി. എവിടെ പോകണം? എവിടെയാണോ നീ പറ്റത്തില്ലെന്ന് പറഞ്ഞ് തിരിച്ചു വന്നത് അവിടേക്ക് പോയിട്ട് നീയും നിൻ്റെ മക്കളും അകത്ത് കയറി വാതിലടയ്ക്കണം. വാതിലടയ്ക്കുന്നതിന് മുൻപ് ഒഴിഞ്ഞ പാത്രങ്ങൾ നിറച്ചു വയ്ക്കണം. എന്നാ നിറയ്ക്കണം? പാത്രങ്ങളെ കൊണ്ട് മുറി നിറയ്ക്കാനല്ല, പാത്രം നിറയ്ക്കാനല്ല. ആമേൻ. എന്നിട്ട് നീ പ്രാർത്ഥിക്കുക, അതിനകത്തൊരു നിറവ് സംഭവിക്കാൻ പോവുക. ഇന്ന് തോറ്റ് തുന്നമ്പാടി നിൽക്കുന്ന ഏതൊക്കെയോ വ്യക്തികൾ ഈ ശബ്ദം കേൾക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുക, വിശ്വാസമുണ്ടോ? തോറ്റ ഇടത്തൊന്ന് മുട്ടുമടക്കുക, അതിനകത്തൊരു വർധന വെളിപ്പെടാൻ പോവുക.
ആമേൻ. വിശ്വാസമുണ്ടോ? പരാജയപ്പെട്ട ഇടത്തൊന്ന് മുട്ടുമടക്കുക, അതിനകത്തൊരു അത്ഭുതം സൃഷ്ടിക്കപ്പെടാൻ പോവുകയാണ്. നിനക്ക് എന്താ ആവശ്യം? അല്പവിശ്വാസമല്ലേ ആവശ്യം, വലിയ വിശ്വാസമാണ് ആവശ്യം. ആമേൻ. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്നവരോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ്. കർത്താവ് തന്നെ പറയുന്നു, എവിടാണോ നീ വീട്ടിൽ താമസിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞത്, എവിടെയാണോ നിനക്ക് പാർക്കാൻ പറ്റത്തില്ല, അവിടെ കടക്കാരെ കൊണ്ട് ശല്യമാണ്, അവിടെ എനിക്ക് കിടന്നുറങ്ങാൻ പറ്റുന്നില്ല, അവിടെ എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്ന് നീ പറഞ്ഞു എങ്കിൽ പരിശുദ്ധാത്മാവ് ഇപ്പോൾ തന്നെ നിങ്ങളോട് സംസാരിക്കുകയാണ്. അവിടെ നീയും നിന്റെ മക്കളും, വാവ്, നീ ഒറ്റയ്ക്കല്ല കേട്ടോ, കുടുംബത്തോട് ഒന്ന് മുട്ടുമടക്കി പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഹല്ലേലൂയ. നാളുകളായി കാണാത്ത ചില അത്ഭുതം നിന്റെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടാൻ പോവുക. വർഷങ്ങളായി കാണാത്ത ചില അത്ഭുതം നിന്റെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടാൻ പോവുക. റമാന ഷെഖേനി, എത്ര പേർക്ക് ഇന്ന് പകലത് മനസ്സിലാകുന്നുണ്ട്? പരിശുദ്ധാത്മാവ് ആരോടൊക്കെ പറയുന്നു? ആമേൻ. അത് നോക്കണമേ, ഇത്ര കാലവും അധ്വാനിച്ചിട്ട്, ഇത്ര കാലവും പ്രയത്നിച്ചിട്ട് ചെയ്യാൻ കഴിയാത്ത ചിലത് ഇന്ന് സ്വർഗം നിനക്ക് വേണ്ടി നിന്റെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടുത്താൻ പോവുക. നിന്റെ പ്രാർത്ഥനയും നിന്റെ വിശ്വാസവും സ്വർഗം കാണട്ടെ. പുതിയ നിയമത്തിൽ യേശു പഠിപ്പിച്ച പ്രാർത്ഥന എങ്ങനെയാണ്? മത്തായി 6:6 ഇങ്ങനെ പഠിപ്പിക്കുന്നു, നീയോ പ്രാർത്ഥിക്കുമ്പോൾ അറയിൽ കടന്ന് വാതിൽ അടച്ച രഹസ്യത്തിലുള്ള നിന്റെ പിതാവിനോട് പ്രാർത്ഥിക്കുക, എന്നാൽ രഹസ്യത്തിലുള്ള പിതാവ് നിനക്ക് പ്രതിഫലം തരും. വാവ്, എത്ര പേർക്ക് മനസ്സിലാക്കുന്നുണ്ട്? ഇതല്ലയോ ഈ പ്രവാചകനായ എലീഷായും പറഞ്ഞതാ? നീ പോയി ആമേൻ വീട്ടിനകത്ത് വാതിലടച്ച നീയും നിന്റെ തലമുറയും അകത്തു കയറി പ്രാർത്ഥിക്കുക. വേറെ ആരെയും കൂട്ടിയില്ല, ഒറ്റയ്ക്കേ ഉള്ളൂ, ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ വീട്ടുകാർ മാത്രമേ ഉള്ളൂ, മതിയെന്നേ പ്രവാചകൻ പറയുക. വിശ്വാസമുണ്ടോ? ആമേൻ. വിശ്വാസമുണ്ടോ? അത്ഭുതം നിന്റെ പുരയ്ക്കകത്ത് നടക്കാൻ പോവുക. വിശ്വാസമുണ്ടോ? അത്ഭുതം നിന്റെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടാൻ പോവുക. വിശ്വാസമുണ്ടോ? അത്ഭുതം നിന്റെ വീട്ടിൽ സംഭവിക്കാൻ പോവുകയാ. ഇന്ന് പരിശുദ്ധാത്മാവ് ആരോടൊക്കെ പറയുന്നു? തകർന്ന നിരാശപ്പെട്ട് കടബാധ്യതയുടെ നടുവിൽ ആയിരിക്കുന്ന ചിലതിനോട് ദൈവാത്മാ പറയുക, ഈ 2022 ദൈവം ചില അത്ഭുതങ്ങളെ നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്താൻ സമയമായി. ആമേൻ. കർത്താവിൻ്റെ മഹത്വം ഇറങ്ങാൻ പോവുക. ആരൊക്കെ നോക്കി പരിശുദ്ധാത്മാ പറയുന്നു, ആമേൻ, നിന്റെ വീട്ടിനകത്ത് വെളിപ്പെടാൻ പോവാ. എണ്ണ ഇന്നലെയും ഉണ്ട്, പക്ഷേ അല്പവിശ്വാസമായത് കണ്ട് എണ്ണമേലൊരു അത്ഭുതം നടന്നില്ല, ഒരു വർധനവുണ്ടാകില്ല. എപ്പോഴാണോ ആ എണ്ണ ആമേൻ എടുത്തു വെച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്, ആ സ്പോട്ടിൽ എണ്ണയിലൊരു വർധനവ് വെളിപ്പെടുക. നിനക്ക് പാട്ടും പ്രാർത്ഥനയും ഇന്നലകളിൽ ഉണ്ട്, പക്ഷെ ഇതുവരെയും അത്ഭുതം നടന്നിട്ടില്ല. കാരണം വിശ്വാസം പോരാ. പരിശുദ്ധാത്മാവ് ഇന്ന് നിങ്ങളോട് പറയുന്നു, നീ വിശ്വസിക്കണം, യേശുവിൽ വിശ്വസിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക. എൻ്റെ വിഷയത്തിന്മേൽ അത്ഭുതം ചെയ്യുവാൻ എൻ്റെ കർത്താവിന് കഴിയുമെന്ന് നീ വിശ്വസിക്കുക. ഇന്ന് നിന്റെ വിശ്വാസത്തെ മാനിക്കുവാൻ ദൈവം ശക്തനായ ദൈവം. ആമേൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. എത്ര പേരുണ്ട് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാം? പരാജയപ്പെട്ട നിന്റെ വീട്ടിൽ അത്ഭുതം നടക്കും. ഒഴിഞ്ഞ പലതും നിറയാൻ പോവുക. ഒഴിഞ്ഞ പാത്രങ്ങളെ ആ സഹോദരിയും പിള്ളേരും നിറച്ചതുപോലെ പ്രാർത്ഥനാ മുറിക്കകത്തിരിക്കുന്ന നിന്റെ ഒഴിഞ്ഞ ആമേൻ ശൂന്യമായ പേഴ്സുകൾ, ശൂന്യമായ കലങ്ങൾ, ശൂന്യമായ ബിസിനസ്സുകളെ സ്വർഗം നിറയ്ക്കട്ടെ. ആമേൻ. വസ്തുവിൻ്റെ വിൽപ്പന സംബന്ധിച്ച്, വീടിൻ്റെ വിൽപ്പനകൾ സംബന്ധിച്ച് പലരും തകർന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെ കാണിക്കുന്നുണ്ട്. ഈ വചനം നിങ്ങൾക്കൊരു ഡെലിവറൻസ് ആകാൻ പോവുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ആത്മാവ് നിങ്ങളെ സ്പർശിക്കാൻ പോവുക. എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാൻ ആളുണ്ടോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. പരിശുദ്ധനായ ദൈവമേ, നല്ല കർത്താവേ, ഞാൻ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ബലഹീനതയിലും പ്രയാസത്തിലും ഭാരത്തിലും ഇരിക്കുന്നവരുണ്ട്. കർത്താവ് അവരെ സൗഖ്യമാക്കണം. അവൻ കർത്താവ് പ്രോപ്പർട്ടി സംബന്ധമായ, വീട് സംബന്ധമായ വിൽപ്പനകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർ പലരുമുണ്ട്. ഞാൻ യേശുവിൻ നാമത്തിൽ കൽപ്പിക്കുന്നു, അവർക്ക് കർത്താവ് പ്രോപ്പർട്ടിയുടെ സെയിലുകൾ നടക്കട്ടെ, ആ വീടിൻ്റെ സെയിലുകൾ നടക്കട്ടെ, എല്ലാ തടസ്സങ്ങളും മാറട്ടെ. രോഗികളുണ്ടപ്പ, ഞാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഇപ്പോൾ ആ രോഗങ്ങൾ സൗഖ്യമാക്കട്ടെ. അവരുടെ വിശ്വാസം വർദ്ധിക്കട്ടെ. അവിശ്വാസം മാറിയിട്ട് വിശ്വാസം വരട്ടെ. കർത്താവേ, ദൈവപ്രവൃത്തി വെളിപ്പെടണം. അവൻ കർത്താവേ, ഈ ദിവസങ്ങളിൽ വിശ്വാസമുള്ളവരായി പ്രാർത്ഥിപ്പാൻ, വിശ്വാസത്തോടെ പ്രാർത്ഥിപ്പാൻ, അവൻ ഒറ്റയ്ക്കാണെങ്കിലും അകത്ത് പ്രാർത്ഥനാ മുറിയിൽ പ്രാർത്ഥിച്ച അത്ഭുതങ്ങളെ സൃഷ്ടിക്കാൻ സ്വർഗം അവരെ സഹായിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ. ആമേൻ. കർത്താവേ, രോഗബലഹീനതയിലായിരിക്കുന്ന എല്ലാവരെയും സ്വർഗം വിടിവിക്കണം. ഞാൻ യേശുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും അനുഗ്രഹിച്ച പ്രാർത്ഥിക്കുന്ന കർത്താവേ, കൃപ കൂടെ ഇരിക്കണം. ക്രിസ്തേശുവിൻ നാമത്തിൽ കേൾക്കണം നല്ല പിതാവേ. ആമേൻ, ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുണ്ടെങ്കിൽ ഞങ്ങളുടെ പ്രയർ ലൈൻ നമ്പറുണ്ട്, വാട്സാപ്പ് നമ്പറുണ്ട്, നിങ്ങൾ സെൻഡ് ചെയ്യുക. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ മീറ്റിംഗ് വരുന്ന സെക്കൻഡ് സാറ്റർഡേ തൃശ്ശൂരിൽ ചെമ്പുകാവ് റോട്ടറി ക്ലബ്ബ് ഹാളിൽ വെച്ച്
രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നടക്കുന്നുണ്ട്. ഡെലിവറൻസ് മീറ്റിംഗ് ആണ്. നിങ്ങൾ കടന്നു വരിക. രോഗികളായിട്ടിരിക്കുന്നവർ, പ്രശ്നങ്ങളിലിരിക്കുന്നവർ, കടന്നു വരിക. ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും. അതുപോലെ വരുന്ന സെക്കൻഡ് സാറ്റർഡേ വൈകുന്നേരം 4:30 മണി മുതൽ എറണാകുളത്ത് കച്ചേരിപ്പടി ചിറ്റൂർ റോഡിൽ OMCA ഹാളിൽ വെച്ച് ഞങ്ങളുടെ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നുണ്ട്. വൈകുന്നേരം 7 മണി വരെ ഉണ്ട്. നിങ്ങൾ കടന്നു വരിക, പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ സ്പർശിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ നിങ്ങൾക്കാർക്കെങ്കിലും ഞങ്ങളുടെ ഈ പ്രോഗ്രാം, ഈ പവർഷൻ ചാനലിലെ പ്രോഗ്രാം നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ, ഒരു എപ്പിസോഡെങ്കിലും നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ദയവായി താഴെ കാണുന്ന കോൺടാക്റ്റ് നമ്പറിൽ നിങ്ങൾ വിളിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ഒരു യൂട്യൂബ് ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. പാസ്റ്റർ റെജി തിരുവനന്തപുരം എന്ന് നിങ്ങൾക്ക് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ ബെൽ ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്താൽ ദിവസേന ഞങ്ങളുടെ മീറ്റിങ്ങുകൾ അതിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് കിട്ടും. ലൈവ് മീറ്റിംഗ് എല്ലാ വെള്ളിയാഴ്ചകളിലും എല്ലാ ഞായറാഴ്ചകളിലും കൂടാതെയുള്ള ഡെലിവറൻസ് മീറ്റിങ്ങുകളെല്ലാം ഞങ്ങൾ ലൈവായി അതിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കത് ലഭിക്കും. അതാൻ വളരെ അനുഗ്രഹമാകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അടുത്ത പ്രോഗ്രാമിൽ വീണ്ടും കാണുവോളം ദൈവം നിങ്ങളെ സൂക്ഷിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. ആമേൻ. ആമേൻ.